വീണ്ടും മനസ്സമ്മതം. ഭാഗം 2. കഥാരചന ഉമ്മു ഫർഹത്ത്. അവതരണം ഷാജഹാൻ ചളിക്കോട്. മനസ്സമ്മതം കഴിഞ്ഞ് 3-ാം നാൾ മെറിൻ്റെ വിവാഹമായിരുന്നു. അലക്സിൻ്റെ വീട് ഒരു ഉത്സവത്തിനെന്ന പോലെ ഒരുങ്ങുകയായിരുന്നുവെങ്കിലും ആ വീടിൻ്റെ ഓരോ കോണിലും മെറിൻ്റെ ശ്വാസം മുട്ടുന്ന മൗനം തങ്ങി നിന്നിരുന്നു. അവൾ കൂട്ടിലടച്ച പൈങ്കിളിയെപ്പോലെ വെന്തുരുകി. പന്തലിലെ ഓരോ ഒരുക്കങ്ങൾ നടക്കുമ്പോഴും തൻ്റെ ഹൃദയത്തിലാണ് ആണി തറയ്ക്കുന്നതെന്ന് മെറിന് തോന്നിപ്പോയി. ആഘോഷപൂർവ്വം ഓരോ പരിപാടികൾ വിവാഹത്തിൻ്റെ മുന്നോടിയായി നടക്കുമ്പോഴും അവൾ ഒരു പാവയെപ്പോലെ എല്ലാറ്റിനും നിന്നുകൊടുത്തു. മനസ്സ് ചത്താൽ പിന്നെന്താ ആഘോഷം. കൈകളിൽ മൈലാഞ്ചിയിടുമ്പോൾ കൂട്ടുകാരികൾ അവളെ എന്തോ പറഞ്ഞ് കളിയാക്കുന്നുണ്ടായിരുന്നു. പ്രണയത്തിൻ്റെ ചുവപ്പ് കൈകളിൽ ചുവപ്പ് കൂട്ടുമെന്ന് അവർ പറഞ്ഞു ചിരിച്ചു. പക്ഷേ ആ ചുവപ്പ് തൻ്റെ ജീവിതം കരിഞ്ഞു പോകുന്നതിൻ്റെ അടയാളമാണെന്ന് അവൾ മാത്രം അറിഞ്ഞു. മൈലാഞ്ചിയുടെ മണം പോലും അവൾക്ക് അസഹനീയമായി തോന്നി. അവളുടെ മനസ്സിൽ കരയുന്ന ജോബിൻ്റെ മുഖം മാത്രമായിരുന്നു. ആ മുഖത്തെ ഓരോ ഭാവങ്ങളും ചലച്ചിത്രമെന്നോണം അവളുടെ കൺമുന്നിൽ മിന്നിമറഞ്ഞു. വെളുത്ത വിവാഹ വസ്ത്രത്തിൽ പപ്പ ഏർപ്പാടാക്കിയ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ചെയ്തു കൊടുത്ത മേക്കപ്പിൽ ആഡംബരത്തോടെ ഒരുങ്ങി കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൾ അതിൽ കണ്ടത് ഒരു വധുവിനെയല്ല, മറിച്ച് സ്വന്തം ആഗ്രഹങ്ങളുടെ ചിതയ്ക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു ബലിമൃഗത്തെയായിരുന്നു. കണ്ണാടിയിലെ ബിംബം അവളെ നോക്കി പരിഹസിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. പള്ളിയിലെ വിവാഹത്തിൻ്റെ മുന്നോടിയായിട്ടുള്ള പ്രാർത്ഥന ചടങ്ങുകൾ കഴിഞ്ഞു. വിനയ് അവളുടെ കഴുത്തിൽ മിന്നു ചാർത്തുമ്പോൾ മെറിൻ കണ്ണുകൾ ഇറുക്കി അടച്ചു പിടിച്ചു. അവൾക്കൊന്നും പ്രാർത്ഥിക്കാൻ തോന്നിയില്ല. ദൈവം പോലും തന്നെ കൈവിട്ടതുപോലെ അവൾക്ക് തോന്നി. അപ്പോൾ അകതാരിൽ കണ്ടത് പള്ളിമുറ്റത്തെ ആ പഴയ ആൽമരച്ചുവട്ടിൽ തല താഴ്ത്തി നിൽക്കുന്ന ജോബിനെയായിരുന്നു. ഇല്ല, അവൻ വന്നിട്ടുണ്ടാവില്ല. തൻ്റെ തകർച്ച കാണാൻ അവൻ കഴിയില്ലെന്ന് മെറിന് ഉറപ്പായിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് തൻ്റെ ജീവിതം മറ്റൊരാളുടേതായി മാറിയിരിക്കുന്നു. അവൾക്ക് സ്വയം പുച്ഛം തോന്നി. കണ്ണുനീർ വറ്റിപ്പോയ ഒരു മരുഭൂമിയായി അവളുടെ മനസ്സ് മാറിയിരുന്നു. പള്ളിയിൽ നിന്ന് ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തിയപ്പോൾ വെളുത്ത ഗൗൺ മാറ്റി വിനയ് കൊടുത്ത മന്ത്രകോടി ധരിച്ചു. പപ്പ മകൾക്കായി നൽകിയ 100 പവൻ സ്വർണവും ശരീരത്തിലണിഞ്ഞവൾ പുറത്തേക്ക് വന്നു. ആ സ്വർണ്ണാഭരണങ്ങൾ ഓരോന്നും ചങ്ങലകളായിട്ടാണ് അവൾക്ക് അനുഭവപ്പെട്ടത്. ഓരോ ചുവട് വയ്ക്കുമ്പോഴും ആ ഭാരം അവളെ തളർത്തുന്നുണ്ടായിരുന്നു. പിന്നീട് അവിടെ നടന്ന യാത്രയയപ്പ് ചടങ്ങുകൾ മെറിനെ സംബന്ധിച്ചിടത്തോളം അസഹനീയമായിരുന്നു. ബന്ധുക്കളുടെ ആശംസകളും അഭിനന്ദനങ്ങളും അവൾക്ക് വെറുമൊരു ശബ്ദം മാത്രമായി തോന്നി. മമ്മ ഡേസി അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. മോളെ, അവിടെ ചെന്ന് നീ നല്ല നിലയിൽ തന്നെ അവരോട് പെരുമാറണം. പപ്പയുടെ അഭിമാനം ഇനി നിന്റെ കയ്യിലാണ്. മോശമൊന്നും ചെയ്യരുത്. മമ്മയുടെ വാക്കുകൾ കേട്ടപ്പോൾ അവൾക്ക് ചിരിയാണ് വന്നത്. പപ്പയുടെ അഭിമാനം നിലനിർത്താൻ വേണ്ടി ഹോമിക്കപ്പെട്ടത് തൻ്റെ പ്രണയമായിരുന്നുവല്ലോ. സ്വന്തം മകളുടെ സന്തോഷത്തേക്കാൾ വലുത് പപ്പയ്ക്ക് തൻ്റെ അഭിമാനമായിരുന്നു എന്ന തിരിച്ചറിവ് അവളെ കൂടുതൽ വേദനിപ്പിച്ചു. യാത്ര തിരിക്കാൻ നേരം അലക്സ് അവളുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. അത് അവൾക്കൊരു ശാപം പോലെ തോന്നിച്ചു. എങ്കിലും അവൾ അങ്ങനെ ശിലയെപ്പോലെ നിന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ ഒരു വിജയുടെ ഭാവമായിരുന്നു. തൻ്റെ വാശി ജയിച്ചതിൻ്റെ, പാലക്കൽ ജോസിനെ തോൽപ്പിച്ചതിൻ്റെ അഹങ്കാരം. പക്ഷേ ബലി കൊടുത്തത് തൻ്റെ പൊന്നുമോളുടെ സന്തോഷമാണെന്ന് അയാൾ അപ്പോൾ ഓർത്തില്ല. സഹോദരങ്ങളായ ആൽവിനും മെൽബിനും അവളെ ഒന്ന് നോക്കിയതല്ലാതെ ഒന്നും മിണ്ടിയില്ല. മെൽബിനും ഇരട്ടകളാണ്. അല്ലേലും ഒറ്റ പെങ്ങളാണേലും അവർക്ക് അവളോട് അത്ര സ്നേഹമില്ല. അത് പണ്ടേ അങ്ങനെ തന്നെയാണ്. അതെന്താണെന്ന് അവൾക്ക് അറിഞ്ഞൂടാ. ഫ്രണ്ട്സുകളുടെ, സഹോദരങ്ങളുടെ സ്നേഹം കാണുമ്പോൾ അവൾക്ക് കൊതി തോന്നാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഇന്നും അത്രയേ പ്രതീക്ഷിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഒട്ടും സങ്കടം തോന്നിയില്ല. പോകാം മെറിൻ, വിനയ് മൃദുവായി വിളിച്ചു. അവൻ്റെ ശബ്ദം അവളെ ഓർമ്മകളിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. പടിക്കൽ കാത്തുനിന്ന ആഡംബര കാറിലേക്ക് വിനയിനൊപ്പം കയറുമ്പോൾ മെറിൻ തൻ്റെ ജനിച്ചു വളർന്ന വീട്ടിലേക്ക് അവസാനമായി ഒന്ന് നോക്കി. ഇനി ഇവിടേക്ക് വരുന്നത് ഒരു വിരുന്നുകാരിയായി മാത്രം. ഓരോ വിവാഹിതയായ പെൺകുട്ടികളും അങ്ങനെ തന്നെയാണല്ലോ. താൻ കളിച്ചു വളർന്ന മുറ്റവും അവിടുത്തെ ചെടികളും എന്തിന് ആ ചുമരുകൾ പോലും തന്നിൽ നിന്ന് അകന്നു പോകുന്നതായി അവൾക്ക് തോന്നി. വിനയിൻ്റെ ഡ്രൈവർ കാർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു നിലവിളി ഉയർന്നു പൊങ്ങി. പക്ഷേ പുറത്തേക്ക് വന്നത് ഒരു നെടുവീർപ്പ് മാത്രമായിരുന്നു. വിനയിൻ്റെ കാർ മുന്നോട്ട് നീങ്ങുമ്പോൾ ദൂരെ ആ കുന്നിൻ മുകളിലെ ചെറിയ വെളിച്ചം ജോബിൻ്റെ വീടാണെന്ന് അവൾക്കറിയാമായിരുന്നു. കാർ ഗ്രാമത്തിൻ്റെ അതിർത്തി കടക്കുമ്പോൾ താൻ പ്രണയിച്ച മണ്ണും മനുഷ്യനും തന്നിൽ നിന്ന് എന്നേക്കുമായി അകലുകയാണെന്ന സത്യം അവൾ തിരിച്ചറിഞ്ഞു. അവളുടെ ഹൃദയം മുറിഞ്ഞു ചോര പൊടിഞ്ഞു. കാറിൻ്റെ വിൻഡോയിലൂടെ പിന്നിലേക്ക് മറയുന്ന ഓരോ കാഴ്ചകളും അവളെ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ജോബിച്ചായൻ്റെ കൂടെ സൈക്കിളിൻ്റെ പിറകിലിരുന്ന് പോയ വഴികൾ, ആരും കാണാതെ കൈമാറിയ പ്രണയ നിമിഷങ്ങൾ എല്ലാം ഇനിയൊരു സ്വപ്നം മാത്രമായി അവശേഷിക്കും. യാത്രയിലുടനീളം വിനയ് നിശബ്ദനായിരുന്നു. ഇടയ്ക്ക് ഫോണിൽ വരുന്ന മെസ്സേജുകൾ നോക്കി അവൻ ഗൂഢമായി പുഞ്ചിരിക്കും. തൻ്റെ അരികിലിരിക്കുന്നത് താൻ പുതുതായി ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നവളാണെന്ന പരിഗണന പോലും അവനിൽ കണ്ടില്ല. മെറിനും മറ്റു പല ചിന്തകളിലുമായിരുന്നതിനാൽ വിനയിനെ അവളും അത്രയ്ക്ക് ശ്രദ്ധിച്ചില്ല. രണ്ടുപേരും 2 ദിശയിലേക്ക് നോട്ടമെയ്ത് യാത്ര തുടർന്നു. കാർ നഗരത്തിൻ്റെ വീതിയിലൂടെ ചീറിപ്പാഞ്ഞു. യാത്ര അവസാനിപ്പിച്ചു അവർ നഗരത്തിലെ വിനയിൻ്റെ വില്ലയിലെത്തിച്ചേർന്നു.
പള്ളിയിൽ നിന്ന് നേരെ പുറപ്പെട്ടു വിനയിൻ്റെ പപ്പയും അമ്മയും കുടുംബക്കാരും അവരെ സ്വീകരിക്കാനെന്നോണം മുറ്റത്ത് തന്നെ നിൽപ്പുണ്ട്. അവൻ്റെ വലിയമ്മച്ചി കുരിശ് വരച്ചുകൊണ്ട് അവളെ അകത്തേക്ക് കയറ്റി. കൂടെ അവനും കയറി. പാലും പഴവും നൽകുന്ന ചടങ്ങുകൾക്കും എന്തോ യന്ത്രത്തെപ്പോലെ മെറിൻ നിന്നുകൊടുത്തു. വിനയിനും അതൊന്നും ഇഷ്ടമല്ല എന്ന് അവൻ്റെ മുഖം വിളിച്ചോതുന്നുണ്ട്. ഒരുപക്ഷെ വല്യമ്മച്ചിയെ പേടിച്ചാവും എല്ലാറ്റിനും നിന്നുകൊടുത്തത്. ചടങ്ങ് കഴിഞ്ഞവൻ എഴുന്നേറ്റ് പോയി. മെറിൻ കുറച്ചുനേരം ലിവിംഗ് റൂമിൽ പ്രദർശന വസ്തുവിനെ പോലെ ഇരുന്നെങ്കിലും കുറച്ചു കഴിഞ്ഞ് അവളെ വിനയിൻ്റെ കുടുംബത്തിലെ ഒരു പെൺകുട്ടി വന്ന് റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മന്ത്രകോടി അയച്ചു മാറ്റാനും മറ്റും സഹായിച്ചു. എന്താണ് മോളുടെ പേര്? മെറിൻ ചോദിച്ചു. ഞാൻ നൈറ, വിനയ് ചേട്ടായിയുടെ അച്ഛൻ്റെ മകളുടെ മകളാണ്. നമുക്ക് പിന്നെ കാണാം, ഞാനിപ്പോൾ പോയിക്കോട്ടെ. പിന്നെ അയക്കാൻ സഹായിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. ആള് +2കാരിയാണ്. ശരി കുഞ്ഞൂസേ. മെറിന് അനിയത്തിമാരൊന്നും ഇല്ലാത്തതിനാൽ അവളോടെന്തോ ഒരടുപ്പം തോന്നി. നൈറയുടെ കണ്ണുകളിലെ നിഷ്കളങ്കത മെറിൻ്റെ മനസ്സിൽ ചെറിയൊരാശ്വാസം നൽകി. വീട്ടിലുള്ളവരൊക്കെ നല്ല ടയേർഡായതിനാൽ കൂടുതൽ ആരും അവളോട് സംസാരിച്ചില്ല. അവൾക്കും അത് അനുഗ്രഹമായി തോന്നി. രാത്രി ഏറെ വൈകുമ്പോഴും വിനയിൻ്റെ മുറിയിൽ മെറിൻ തനിച്ചായിരുന്നു. മുറിയിലെ ഓരോ അലങ്കാരങ്ങളും അവളെ നോക്കി പരിഹസിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ജോബിച്ചായൻ്റെ ഓർമ്മകൾ അവളുടെ ഉള്ളിൽ ഒരു നോവായി പടർന്നു. ആ ഓർമ്മയിൽ ഒന്നറിയാതെ അവൾ വിങ്ങിപ്പൊട്ടി. കുറച്ചു സമയം കഴിഞ്ഞ് വിനയ് മുറിയിലേക്ക് വന്നപ്പോൾ അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. ഇപ്പോൾ ഹൃദയം പൊട്ടിപ്പോകുമെന്ന് അവൾക്ക് തോന്നി. ഇന്ന് തങ്ങളുടെ ആദ്യ രാത്രിയല്ലേ? അവൾക്ക് പേടിയായി. വിനയിനെ പരിചയമില്ല, എങ്ങനെയുള്ള ആളാണെന്ന് ഒരു പിടിയുമില്ല. പക്ഷേ അവൻ വന്നത് മറ്റൊരു കാര്യത്തിനായിരുന്നു. മെറിൻ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പക്ഷേ ഇന്നല്ല. നീ ഇന്ന് ഒത്തിരി മാനസികമായി തകർന്നിരിക്കുകയാണെന്ന് എനിക്കറിയാം. നിനക്കൊട്ടും താല്പര്യമില്ലാത്ത വിവാഹമാണിതെന്ന് നിന്റെ ഈ വിളറിയ മുഖം വിളിച്ചു പറയുന്നുണ്ട്. എനിക്കും ചില പരിമിതികളുണ്ട് മെറിൻ. നീ പേടിക്കാതെ കട്ടിലിൽ കിടന്നുറങ്ങിക്കോളൂ, ഞാൻ ആ സോഫയിൽ കിടന്നോളാം. മെറിൻ ഒട്ടൊരത്ഭുതത്തോടെ വിനയിനെ നോക്കി. താൻ പ്രതീക്ഷിച്ച പരുക്കനായ ഒരു പുരുഷനല്ല വിനയ്. ആ വാക്കുകളിൽ സ്നേഹമില്ലെങ്കിലും അവൻ തന്നെ ഉപദ്രവിക്കില്ലെന്ന ഒരു തോന്നൽ അവളുടെ ഉള്ളിൽ ആദ്യമായി തോന്നി. പലരുടെയും ആദ്യ രാത്രിയെക്കുറിച്ച് കേട്ട് കൊച്ചാകെ പേടിച്ചിരിപ്പാണ്. എങ്കിലും എന്തിനാണ് അവൻ എന്നിൽ നിന്നും അകലം പാലിക്കുന്നത്? എന്താണ് അവൻ പറഞ്ഞതിലെ അർത്ഥം എന്ന് എത്ര ചിന്തിച്ചിട്ടും അവൾക്കൊരു പിടിയും കിട്ടിയില്ല. അവൻ സോഫയിലേക്ക് ചുരുണ്ടുകൂടുന്നത് അവൾ വിസ്മയത്തോടെ നോക്കി നിന്നു. ഈ സമയം ദൂരെ തൻ്റെ ഹോസ്റ്റലിലെ മുറിയിൽ ജോബിൻ ഇരുട്ടിലേക്ക് നോക്കി കിടക്കുകയായിരുന്നു. മെറിൻ വിവാഹം കഴിഞ്ഞു പോയതോടെ തൻ്റെ ലോകം ശൂന്യമായതുപോലെ അവന് തോന്നി. മമ്മി വിളിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞതൊക്കെ പറഞ്ഞിരുന്നു. നാട്ടിലെ ഓരോ വാർത്തകളും അവൻ്റെ ഹൃദയത്തിൽ ഓരോ മുറിവുകളായി മാറി. പുറത്തെ ഇലക്ട്രിക് പോസ്റ്റിലെ ലൈറ്റുകൾ അവൻ്റെ റൂമിൽ ചെറിയ വെളിച്ചം നൽകുന്നുണ്ട്. ആ വെട്ടത്തിൽ കുറേ ഈയാമ്പാറ്റകൾ പാറിക്കളിക്കുന്നുണ്ട്. അത് നോക്കി അവൻ ഓർത്തു, ഇന്നു മുതൽ അവൾ മറ്റൊരാളുടേതാണ്. തൻ്റെ പ്രണയവസന്തം എന്നേക്കുമായി കരിഞ്ഞു പോയിരിക്കുന്നു. ഇനി വിധി എന്താണ് അവർക്ക് കാത്തുവെച്ചതെന്നറിയാതെ രണ്ടുപേരും 2 സ്ഥലങ്ങളിൽ നിദ്ര തേടി തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. കാറ്റിൽ ഇളകുന്ന മരച്ചില്ലകൾ പോലും മെറിൻ്റെ കരച്ചിലായി ജോബിന് തോന്നി. ഇരുളും വെളിച്ചവും ഇടകലർന്ന ആ രാത്രി അവരുടെ ജീവിതത്തിലെ ഏറ്റവും നീളമേറിയ രാത്രിയായിരുന്നു. അടുത്ത ഭാഗത്തിനു വേണ്ടി കാത്തിരിക്കുക. ഞങ്ങളുടെ കഥ ഇഷ്ടപ്പെടുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ നിൽക്കുക. തുടരും.